സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സീറോ മലബാർ സഭയിലെ ദീപഗോപുരമാണ് ചാവറിയച്ചൻ. ചാവറിയച്ചൻ സഭയുമായി പങ്കുവച്ചതോ അദ്ദേഹത്തിൻ്റെ ചാവരുളുകൾ ചാരമുടി കിടക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ CMC സന്യാസിനി സഭ ആ ചാരമൂതിക്കളഞ്ഞ് ആ തീയ നമ്മളുമായിട്ട് ഇതിലൂടെ പങ്കുവയ്ക്കുകയാണ്. ചാവറിയച്ചൻ്റെ പ്രധാനമായൊരു പ്രമേയം കുടുംബമാണ്. കുടുംബമാണെന്ന് പറഞ്ഞാൽ സഭയുടെ അടിസ്ഥാനമായ ഘടകം. ആ കുടുംബത്തിൽ എങ്ങനെയാണ് ഐശ്വര്യമുണ്ടാകുക? കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ദമ്പതിമാർ തമ്മിൽ പരസ്പര ധാരണയുണ്ടാകണം. ആ ധാരണയുണ്ടാകണമെങ്കിലോ ചാവറിയച്ചൻ പറഞ്ഞു മനസ്സിൻ്റെ അടുപ്പമുണ്ടാകണം. ആ മനസ്സിൻ്റെ അടുപ്പമുണ്ടാകണമെങ്കിലോ കുടുംബങ്ങൾ തമ്മിൽ ചേരേണ്ടവർ ചേരുമ്പോഴാണ് ആ അടുപ്പമുണ്ടാകുക. നമ്മൾ കാണുവാൻ പോകുന്ന ഈ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പ്രതീക്ഷകൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ വഴിമാറി നടന്നു പോകുന്നതായിട്ടുള്ള ദമ്പതിമാരെയാണ്. ആ ദമ്പതിമാരുടെ നടുവിലേക്ക് വരുന്നതോ ഒരു ഗുരുത്തിയമ്മയായ കന്യാസ്ത്രീയും. ആ കന്യാസ്ത്രീ സത്യം പറഞ്ഞു കൊടുത്ത് അവർ രണ്ടുപേരെയും ഒരേ പാതയിലേക്ക് കൊണ്ടുവന്ന് ഒരേ ജീവിത വള്ളത്തിൽ യാത്ര ചെയ്യുവാൻ അവരെ സഹായിക്കുകയാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനമായ ഘടകമെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് പറയുവാൻ സാധിക്കും, പ്രാർത്ഥനയാണ്. ചാവറിയച്ചൻ പറഞ്ഞു അടിസ്ഥാനമായ ഘടകം. നിത്യസത്യമായ ദൈവവുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ആ ഉറവയിൽ നിന്ന് ജീവൻ തേടുകയും ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ മനസ്സിൻ്റെ ഇഴയടപ്പം ഉണ്ടാകുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് കുടുംബങ്ങൾ ഐശ്വര്യപൂർണമാകുക, വസന്തമാകുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നവദമ്പതിമാരായ എല്ലാവർക്കും സ്വാംശീകരിക്കാൻ സാധിക്കുന്നതായ സുന്ദരമായൊരു പ്രമേയം. ചാവറിയച്ചൻ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ആദ്യമേ മുതൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് ചാവറിയച്ചൻ പറയുക അത് നിയോഗമാണ്. ആ നിയോഗം പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ആ വിളിക്കുമ്പോൾ വിളിക്കുന്നവനായ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ കാലുറപ്പിച്ചുകൊണ്ട് പരസ്പരം ഒരുമിച്ച് നടന്നു നീങ്ങുവാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ വഴിയിൽ വിസ്മയങ്ങൾ സംഭവിക്കും. നിങ്ങൾ കാണുവാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു വിസ്മയമാണ്. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ അകന്നുപോയ രണ്ടുപേര് സത്യമറിഞ്ഞ് ഒരുമിച്ച് വന്ന് ദൈവികമായ സങ്കേതത്തിൽ അഭയം പ്രാപിക്കുന്നിടത്താണ് ഇത് അവസാനിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വഴിത്താരകളിലേക്ക് പ്രകാശം പരത്തുവാൻ സാധിക്കുന്നതായ ഈ ചെറിയ സീരിയല്, ചാവറുള്ളിന് കീഴിൽ ഉണ്ടാക്കപ്പെട്ട ഈ സീരിയല് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചവും ശക്തിയും ജീവനും പകരട്ടെ. ക്രിസ്റ്റീന നമ്മുടെ ലോമി ടീച്ചറിന്റെ മോളാ. അവള് വേറെ ഏതോ ലോകത്തെന്നാ തോന്നണേ. എടി കൊച്ചേ, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ലോമി ടീച്ചർ നിർബന്ധിച്ചുകൊണ്ടാണോ മോളിങ്ങോട്ട് വന്നത്? ആരോടായിരുന്നു ഈ ചാറ്റിങ്? പറയാൻ താല്പര്യമില്ലേ? എൻ്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ഓ, ഫ്രണ്ട് ആണോ പെണ്ണോ? ആണ്. ക്രിസ്റ്റീനയുടെ ഡൈവേഴ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഫ്രണ്ടിന്? അത് എൻ്റെ ഡിവോഴ്സിന് ശേഷം. ശേഷം എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ ഫ്രണ്ടാ.
എന്നിട്ട് എന്തായി? നത്തിങ്. ഇപ്പോൾ വിശേഷങ്ങൾ ചോദിച്ച് ചാറ്റ് ചെയ്തതാ. ഓ, ഓക്കെ ഓക്കെ. ആ, അതവിടെ നിൽക്കട്ടെ. മമ്മി ഡൈവേഴ്സിനെ കുറിച്ച് പറഞ്ഞെങ്കിലും സത്യത്തിൽ എന്തായിരുന്നു മോളെ യാഥാർത്ഥ്യം? നോട്ട് അഡ്ജസ്റ്റബിൾ അറ്റ് ഓൾ. ടെൽ മീ ഫ്രാങ്ക്. അറിയില്ല. സെക്സ്? ബിഹേവിംഗ് ഓർ എനി ഡൗട്ട്? എനി മോർ? നോ, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഓക്കെ. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഈഗോ ആയിരിക്കും. സ്വർഗസമാനമായ അൾത്താരയ്ക്ക് മുന്നിൽ വെച്ച് ബൈബിൾ തൊട്ട് സത്യം ചെയ്ത് ദൈവമാണ് നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചത്. ഭർത്താവിന്റെ ദുശീലങ്ങളൊന്നുമില്ല സിസ്റ്റർ. ഭക്തി അയാൾക്ക് ഭ്രാന്താണ്. ദൈവഭക്തിയോ? എനിക്ക് ഈ ഭക്തിയൊന്നും പറ്റില്ല. എന്റെ ജീവിത സാഹചര്യം അതായിരുന്നില്ല. ശരിയായിരിക്കാം. ഭൗതിക സുഖം മാത്രം അറിഞ്ഞിരുന്ന ക്രിസ്റ്റീനയും ആത്മീയ സുഖത്തിൽ ജീവിച്ചിരുന്ന ഫ്രെഡിയും രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആദ്യം നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളോ പോരായ്മകളോ നിങ്ങളെ അലട്ടിയിരുന്നില്ല, ശരിയല്ലേ? ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കെ ഇതിൽ പലതും തലപൊക്കി തുടങ്ങും. പിന്നീടത് ചെറിയ ചെറിയ കാരണങ്ങളായി രൂപാന്തരപ്പെട്ട് അകൽച്ചയിലേക്ക് നീങ്ങും. പക്ഷേ മോളെ, ചാവറ പിതാവ് പറയുന്നു, ദൈവവിശ്വാസവും നീതിനിഷ്ഠയുമുള്ള കുടുംബങ്ങളുമായിട്ട് വേണം നിങ്ങൾ ബന്ധുത്വം സ്ഥാപിക്കേണ്ടത്. ഭൗതിക സമ്പത്തായിരിക്കരുത് പ്രധാന മാനദണ്ഡം. മോള് ചെന്നെത്തിയത് നിങ്ങളുമായി ബന്ധുത്വം സ്ഥാപിക്കേണ്ടിടത്തല്ല. പക്ഷേ ദൈവഹിതം അതായിരുന്നു. നിന്റെ മാതാപിതാക്കൾ പോലും നിന്നെ അറിയിക്കാത്തൊരു രഹസ്യമുണ്ട്. 90% കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു പെൺകുട്ടിയാണ് നീ സിസ്റ്റർ. അതറിയാതെ നിന്നെ പ്രണയിച്ചുപോയ ചെറുപ്പക്കാരനാണ് ഫ്രെഡി. നിങ്ങളുടെ കല്യാണം മുടക്കാൻ ഒരു അങ്കിള് ശ്രമിച്ചിരുന്നില്ലേ? ആ അങ്കിളിൻ്റെ അവസാനത്തെ അടവായിരുന്നു നിന്റെ ഗർഭധാരണ കഥ. ഔസേപ്പിതാവിനെ പോലെ അവനും നിന്നെ ഉപേക്ഷിച്ചില്ല. വിവാഹശേഷം നിങ്ങൾ ഓരോരോ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോഴും നീ അറിയാതെ നിന്റെ രോഗാവസ്ഥ അവൻ പരിഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ നിന്നെ ഒരു ഓപ്പറേഷന് വിധേയമാക്കി ഒരു കുഞ്ഞിനു വേണ്ടി രാത്രികളെ പകലുകളാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു ഫ്രെഡി. സിസ്റ്റർ, എൻ്റെ ഫ്രെഡി. ഇതൊരു സിനിമ കഥയല്ല മോളെ. അവന്റെ ഭക്തിയാണ്, ആ പ്രാർത്ഥനയാണ് നിനക്ക് ഭ്രാന്തായി തോന്നിയത്. കരഞ്ഞോളൂ മോളെ, കരഞ്ഞോളൂ.
തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി. സാരമില്ല. എനിക്ക് ഉടനെ എൻ്റെ ഫ്രെഡിയെ കാണണം. അപ്പോ കുറച്ചു മുമ്പ് ചാറ്റ് ചെയ്തതോ? നോ, ഐ ഡിഡ്ന്റ് കമ്മിറ്റ് ദിസ് പ്രപ്പോസൽ. ഓക്കെ, കൂൾ ഡൗൺ. ഫ്രെഡിയെ എനിക്ക് കാണണം പ്ലീസ്. കാണാം. കണ്ണൊക്കെ തുടങ്ങി. നീ പോകുന്ന വഴിത്താരയിൽ എവിടെയെങ്കിലും വെച്ച് അവനെ കാണാം. പോയി മാമളെ. ഫ്രെഡി, സ്നേഹമുള്ളവരെ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസറിനും. കാലഘട്ടങ്ങൾക്ക് മുമ്പേ യേശു നമ്മോട് പറഞ്ഞ സുന്ദരമായ വചനങ്ങളാണിവ. അതിൻ്റെ പ്രസക്തി ആധുനിക ലോകത്തിന് കാണിച്ചു കൊടുത്ത ആളാണ് ചവറപ്പിതാവ്. അദ്ദേഹത്തിന് ചാവുരുളുകളിൽ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ത്രേസ്യ പറഞ്ഞു, പിതാവേ, നിത്യപിതാവേ, എനിക്ക് വിശ്വാസം മാത്രം പോരാ, എനിക്ക് പണവും നൽകണം. കാരണം അങ്ങയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് പണം ആവശ്യമാണ്. പണമാണ് നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുക. ആശുപത്രിയിൽ പോയാലും സ്കൂളിൽ പോയാലും മറ്റു സ്ഥലങ്ങളിൽ പോയാലും ജീവിത സന്ധാരണത്തിന് പണം ആവശ്യമാണ്. കഠിനമായി അധ്വാനിച്ച് പണം കൊണ്ടുവരുന്ന ആളുകളുണ്ട് വീടുകളിലേക്ക്. ആ വീടുകൾ ഐശ്വര്യം കൊണ്ട് നിറയുകയാണ്. എന്നാൽ പലിശ വാങ്ങിച്ചും കൊള്ളപ്പലിശ മേടിച്ചും മറ്റ് ചതിക്കുന്ന രീതിയിൽ പണമുണ്ടാക്കിയും ജീവിക്കുന്ന അനേകരുണ്ട്. അവിടെ പ്രവൃത്തികളെയും സമീപനങ്ങളെയും കുടുംബങ്ങളെ തകർക്കുമെന്നുള്ള ആ അതിമോഹനമായൊരു കാര്യം നമ്മളെ അറിയിക്കുകയാണ് ചവറപ്പിതാവ്. നിങ്ങൾ കാണുവാൻ പോകുന്ന എപ്പിസോഡിൽ ഒരേ അമ്മയുടെ മുല കുടിച്ച് വളർന്നതായ സഹോദരന്മാർ ഛിന്ന ഭിന്നമാകുകയാണ്. എന്തിൻ്റെ പേരിലാണ്? പണത്തിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ പണം വരിക? നേരായ വഴിയിലൂടെയല്ല. അവിടെ ഇടയിൽ അമ്മ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ചാവറപ്പിതാവ് സ്വപ്നം കണ്ട ആ കുടുംബത്തിലേക്ക് കഥ നീളുകയാണ്. അവിടെ സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും നന്മയുടെയും ഉദാര മനസ്കതയുടെയും ചുരുളുകൾ സാവധാനം അഴിയുകയാണ്. അങ്ങനെ അഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുടുംബം ഐശ്വര്യപൂർണ്ണമാകുന്നു, സന്തോഷപൂർണ്ണമാകുന്നു. വീണ്ടും അവിടെ പൊട്ടിച്ചിരി ഉണ്ടാകുന്നു. ആ പൊട്ടിച്ചിരിയിൽ ലോകം മുഴുവൻ പങ്കുചേരുകയാണ്. ചാവറപ്പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടി നൽകിയ സുന്ദരമായ ഈ അരുള് അടുത്തു വരുന്ന എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് വേണ്ടി വിവരിക്കുകയാണ്. ഹൃദയം ഉലയ്ക്കുന്ന ചില കാഴ്ചകൾ അവിടെയുണ്ട്. ഹൃദയത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചകളുമുണ്ട്. ഹലോ മേരിയമ്മേ. സുധാമേ, സുഖാണോ? ആ, സുഖം. മുട്ടുകാല് വേദന അങ്ങോട്ട് മാറുന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും പറയണ്ട. ചില കലങ്ങിമറിച്ചിലുകളാ ഇവിടെ. വിനോദ് ഷിനോദ് എന്തു പറയുന്നു? കൂട്ടുകാരെ പോലെ ജീവിച്ച എന്റെ മക്കള് ഇപ്പൊ ശത്രുക്കളാ എന്റെ സുധാമേ. ഷിനോദിന്റെ പെണ്ണ്, അവളാ കാന്താരി. മേരിയമ്മ സങ്കടപ്പെടാതെ ഈശോയോട് പ്രാർത്ഥിക്ക്.
ചാവറ പിതാവിനോട് അപേക്ഷിക്ക്. ഞാനേ ഇത്തിരി കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഉം. ദേ, ഇത് എത്രയുണ്ട്? ആ 5 ലക്ഷം. ഓ, ഇതോ? ഉം. ഓ, ടോട്ടൽ അപ്പം 45 ലക്ഷം അല്ലേ ഷിനോദേട്ടാ? കൊള്ളാം. നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഏയ് താമസിച്ചോ ഞാൻ? കുറച്ച്. ലക്ഷങ്ങള് ബിസിനസ് ചെയ്യുന്ന ആളാ. പൊട്ടിപ്പോയി പാദസരൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട്. ഓ, എണ്ണം തെറ്റിക്കല്ലേ മഞ്ജു. ആ പ്രാർത്ഥന കഴിഞ്ഞമ്മേ. കഴിഞ്ഞു. മോനെ 2 ദിവസത്തേക്കും കൂടി ഗുളികയുണ്ടായിരുന്നു. പ്രഷറിന്റെ ഗുളികയല്ലമ്മേ, അതിനിയും വേണ്ടതല്ലേ. ആ കല്യാണത്തിന് ചെലവാക്കിയ പൈസ ഇതുവരെ കിട്ടിയില്ല. ആ ഞാൻ തരാം ഷിനു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എനിക്ക് പലർക്കും കൊടുക്കേണ്ട പൈസ അല്ലേ? പലിശക്കല്ലേ? ആ പലിശ ഞാൻ തന്നേക്കാം. എവിടെ നിന്ന് എടുത്തു തരാനാ? പള്ളിയിലെ കൊയറ് പാടാൻ പോയാ എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. കുറച്ച് ഭക്തിഗാനങ്ങൾ എഴുതി കൊടുത്താ എന്ത് കിട്ടാനാ? ചേട്ടനോട് അങ്ങനെയൊന്നും പറയല്ലേ. പറയല്ലേ എന്നോ? കാശിന്റെ കാര്യത്തിൽ ചേട്ടൻ ഇനിയൊന്നുമില്ല. കണക്ക് കണക്കാ. ചേട്ടൻ കണക്ക് പറയാണോ? പിന്നെ എല്ലാത്തിനും ഒരു കണക്ക് വേണം. അങ്ങനെയെങ്കിൽ ചേട്ടനിപ്പോ നടത്തുന്ന ഈ പലിശ പരിപാടിക്ക് ആദ്യം പണം നിന്ന് സഹായിച്ചത് ആരാ? ഞാനാ. 2 ലക്ഷം രൂപ. അതെവിടെ? അതങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവായി പോയി അല്ലേ? മക്കളെ, തള്ള ഇതിലിടപെടണ്ട. ചേട്ടാ, ഇത് തള്ളയല്ല, ഇത് നമ്മുടെ അമ്മ. അമ്മയുടെ നേരെ ചേട്ടൻ ചാടണ്ട. ഞാൻ കല്യാണം കഴിച്ചതിന് തള്ളക്ക് ഇഷ്ടമായിട്ടില്ല. അതൊരു നായരി പെണ്ണായപ്പോ പൂർത്തിയായി. മോനെ, ഇളയമോന്റെ കല്യാണത്തിന് നിലവായ പൈസ ചോദിച്ചപ്പോ തടയാൻ വന്നിരിക്കുന്നു. കേസ് കൊടുക്കും ഞാൻ. അമ്മേ, എന്താ അമ്മ ഇത്? കരയുണ്ടമ്മ. ഇന്ന് തിരക്കിന്റെ ദിവസവും മേരിപ്പെണ്ണെ. പിന്നെ എല്ലാ വീട്ടിലുണ്ടോ ഓരോ പ്രശ്നങ്ങള്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനാ ചാവറ പിതാവ് ചാവരുൾ എഴുതി വെച്ചിരിക്കുന്നത്. 18ാമത്തെ ചാവരുൾ ഇങ്ങനെയാ: സഹോദരങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും എതിരായ കേസുകൾ കോടതിയിലേക്ക് വലിച്ചഴക്കരുത്. ഹൃദയങ്ങൾ തമ്മിൽ കൂടുതൽ അകലുവാൻ അത് കാരണമാകും. മേരിപ്പെണ്ണേ, ഇവിടെ തിരക്കാ. മോളെ ഞാൻ പിന്നെ വിളിക്കാം. നീ എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കെ. ആ ശരി. വന്ന് ഇപ്പൊ ചേട്ടന് സന്ധ്യാപ്രാർത്ഥന തീരെ ഇല്ലാതായി. അതെങ്ങനെ? അമ്മ ഇപ്പോ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയം വെച്ചിരിക്കല്ലേ? എത്തിപ്പെടണ്ടേ? അവര് പ്രാർത്ഥനയ്ക്ക് എത്തിയില്ലല്ലോ. ഇന്ന് അവനോളും വലിയ വഴക്കായിരുന്നു. അവളുടെ അച്ഛനും അങ്ങളെയും പൈസ കുറേ വാങ്ങി പറ്റിച്ചിട്ടുണ്ട് മോനെ. നാട്ടുകാര് പറയുന്നത് ചേട്ടന്റെ പലിശ പരിപാടി പൊട്ടിയെന്നാ. അവൻ എങ്ങനെങ്കിലും രക്ഷിക്കണം. വല്ലതും പറഞ്ഞവരെ? ഫോൺ വിളികളുടെ ബഹളായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ മഞ്ജു ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ചോദിച്ചു ഒന്നും പറയില്ല. അമ്മ വിഷമിക്കാതെ. ലിൻഡേ, ചേട്ടനൊന്ന് വിളിക്കും. ചേട്ടാ ചേട്ടാ ചേട്ടാ
വിനോദേട്ടൻ വിളിക്കണോ? പുറത്ത് കേൾക്കുന്നതെല്ലാം ശരിയാണോ? കുറച്ച് കടമുണ്ട്. എത്ര? ഒരു 30-35 ലക്ഷം. തീർക്കണ്ടേ? ഒരു വഴിയില്ല. വഴിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ലിൻഡയ്ക്ക് കിട്ടിയ ഷെയറിനെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞ് ചിരിക്കാറില്ലേ? ഒരേക്കർ മരുഭൂമിയാണെന്ന്. അത് വിറ്റിട്ടില്ല കേട്ടോ. അത് ലീസിനെ ഒരു ഗോഡൗൺ പാർട്ടിക്ക് കൊടുത്തു. മന്ത്ലി 1 lakh വെച്ച് കിട്ടും. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് 30 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ചേട്ടനത് എടുത്തോ, എന്നിട്ട് കടം വീട്ട്. വിനു, ടിൻ്റെ ആ പൊതി എടുത്ത് കൊടുക്ക്. ഇതൊന്നും അത്ര വലിയ ത്യാഗമല്ല ചേട്ടാ. ഇതൊരു അന്യൻ്റെ കടമ മാത്രം. നമ്മുടെ അമ്മ നമ്മളെ ഓർത്ത് വിഷമിക്കരുത്. നമുക്ക് കുടുംബസമാധാനം വേണം മക്കളെ. മറ്റുള്ളവരുടെ കടം വാങ്ങി ചെലവ് ചെയ്യരുതെന്ന് ചാവറ പിതാവ് പറഞ്ഞിട്ടില്ല അമ്മേ. അത് സത്യ. എന്റെ ചാവറ പിതാവേ, ഈ കടക്കെണിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. എപ്പിസോഡ് കണ്ടിട്ട് എന്ത് തോന്നി? സന്തോഷമായില്ലേ? എന്തെല്ലാം മനോഹരമായ ഉദാത്തമായ കാര്യങ്ങളാണ് എപ്പിസോഡ് പങ്കുവച്ചത്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ചാവറ പിതാവിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ അരുളുകൾ കാലിക പ്രസക്തിയുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ പലരും അങ്ങനെ കാണുമ്പോൾ ചഞ്ചലചിത്തരാകാറുണ്ട്. ചാവറപ്പിതാവ് നമ്മോട് പറയുക, ഓരോ പ്രശ്നത്തിനും സുവിശേഷ അധിഷ്ഠിതമായ ഒരു മറുപടിയുണ്ട്. ആ ഉറവയിൽ നിന്നാണ് ചാവറപ്പിതാവിൻ്റെ അരുളുകൾ നമുക്ക് നൽകപ്പെട്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ചാവറപ്പിതാവിൻ്റെ അരുളുകൾ കണ്ടെത്തി അത് വായിക്കണം. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഉൾക്കാഴ്ചയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പകർന്നു നൽകുന്ന മനോഹരമായ ജീവിതാനുഭവങ്ങളുടെ ചിന്തകൾ ഏറ്റുവാങ്ങി ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കണം. നന്മകൾ നേരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. സ്വർഗത്തിൽ ചാവറപ്പിതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആ മധ്യസ്ഥം നമുക്ക് സഹായകരമാകട്ടെ. സ്നേഹത്തോടു കൂടി മണ്ഡ്യയിൽ നിന്ന് സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ്.